നമ്മളിതാ വർക്ക്ഷോപ്പിന്റെ ഇതിലെത്തി. ഇവന്റെ വാക്കും പഴം ചാക്കും കണക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കും കഫക്കെട്ടുണ്ട്. നമ്മളപ്പോ നമ്മുടെ വണ്ടിക്ക് എമ്മൂറ്റി എടുക്കാൻ പോട്ടോ ഇന്ന്. ഞാൻ പറയാൻ വന്നപ്പോ നീ പറ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വണ്ടിക്ക് എമ്മൂറ്റി എടുക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കട്ടോ. പൊക്കോണ്ടിരിക്കട്ടോ. അപ്പൊ എമ്മൂറ്റി എടുക്കുന്നതിന് മുന്നേ കുറച്ച് പണിയൊക്കെ ഉണ്ട്. വണ്ടിക്ക് എല്ലാ പണിയും തീർത്തിട്ടാണ് എമ്മൂറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇതാ കൂട്ടുകാരെ, നമ്മളിതാ വർക്ക്ഷോപ്പിന്റെ ഇതിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും കുഞ്ഞും അങ്ങോട്ടേക്ക് നിക്കാട്ടോ. ചേ 10-20 മിനിറ്റ് എടുക്കും. അപ്പൊ 1/4 മണിക്കൂർ എടുക്കും. എന്തായി നിനക്ക്? ാണല്ലോ ഇതാണ് വിളിച്ചത് തന്നെ. ഇതൊക്കെ എമ്മൂറ്റി വന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. എമ്മൂറ്റി എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ റിന്യൂവൽ ഇല്ലേ, നമ്മള് കുറച്ച് കാലം കഴിയുമ്പോൾ വണ്ടീൻ്റെ റിന്യൂവൽ ചെയ്യൂലേ. അപ്പം അതുപോലെ UK നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ വണ്ടിയും എമ്മൂറ്റി ചെയ്യണം. അതായത് റിന്യൂവൽ പോലെ വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്, വണ്ടി കംപ്ലൈൻ്റ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണെന്ന് ആക്കുന്ന സർട്ടിഫിക്കറ്റാണ് എമ്മൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ വണ്ടികൾക്കും എമ്മൂറ്റി എടുക്കണം കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തെ എമ്മൂറ്റി ആവാനായി. അതാണ് നമ്മളിപ്പോൾ എമ്മൂറ്റി സെൻറ്ററിൽ വന്നിട്ട് നിൽക്കുന്നത്. കുഞ്ഞിപ്പെണ്ണേ ബാബാ, അയ്യോ ഓ പുറത്തിറങ്ങിയിട്ട് നോക്ക്, കാറ്റൊക്കെ അടിക്കുമ്പോൾ പെണ്ണിന് നല്ല സന്തോഷമുണ്ട്. എന്നൊക്കെ പറയാനുണ്ട്. കുഞ്ഞിപ്പെണ്ണിന്റെ പുതിയ ഉടുപ്പ് ഒന്ന് മേടിച്ചേ. അമ്മ തായേ അങ്ങനെ പറ. അങ്ങനെയല്ല, അമ്മ തായേ പറ പറ. എടി പറയടി, എടി പറ. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി കിട്ടി കൂട്ടുകാരെ. എമ്മൂറ്റി പാസ്സായി കൂട്ടുകാരെ. അപ്പൊ ഇനി വണ്ടി ഓടിക്കാട്ടോ. ഇത് ഈ വണ്ടി അപ്പൊ ഇനി നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം. പെണ്ണിന് വണ്ടി നിർത്തുന്ന ഇഷ്ടല്ല, വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. നിർത്തിയിട്ടുണ്ട് കാറിലിരിക്കില്ല, ഓടിയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടവാ. കണ്ടോ, കാഴ്ചകളുണ്ട്, പുറത്തിങ്ങനെ നോക്കിയിരുന്നോളും. വണ്ടി നിർത്തി അപ്പൊ പറഞ്ഞതാണ്. എന്നാലോ കുറഞ്ഞ നേരം നോക്കിയിരിക്കും, അതും ഇല്ല, വേഗം ഉറങ്ങിക്കളയും. കുഞ്ഞുപെണ്ണേ, ഉറങ്ങാനുള്ള പരിപാടിയാണേ. അപ്പൊ നമ്മളിന്ന് വണ്ടീന്റെ കുറേ പണി ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി. ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. ബാക്കി എന്താ വൈപ്പർ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ കുറെ വേറെ എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എമ്മൂറ്റി പാസ്സായി. അപ്പൊ നമുക്ക് എമ്മൂറ്റി കിട്ടി. ഇനി അടുത്തത് എന്താ കഴിഞ്ഞാ വണ്ടി കഴുകണ്ടേ? വണ്ടീന്റെ ഉള്ളല്ലേ ഇതാക്കിയുള്ളൂ, നമ്മള് പുറം കഴുകിയിട്ടില്ലല്ലോ. അപ്പൊ പുറം കഴുകാൻ കൊണ്ടുപോണം. എന്നാ നേരെ ഇനി വണ്ടി കഴുകുന്നിടത്തേക്ക് പോട്ടെ. 2 വരേന്റെ നടുക്കൂടെയൊക്കെയാണ് ഓടിക്കുന്നത്. 2 വരെ നടുക്കൂടെ ഓടിച്ചതല്ലേ, ആ വരേന്ന് ഇപ്പറ വരയിലേക്ക് മാറിയപ്പോ അതിന്റെ നടുക്കൂടെ വന്നതല്ലേ. അങ്ങനെയൊക്കെ വരാവോ? മേലെ ഞാൻ എടുത്ത് ചാടുവോ മേലെ? അതായല്ലോ സന്തോഷാണ്. വണ്ടി ഞാൻ ആദ്യമായിട്ടാട്ടോ കൂട്ടുകാരെ എമ്മൂറ്റിക്കൊക്കെ കൊണ്ടുവന്ന് കാണുന്നേ. ഞാൻ വണ്ടിന്റെ അടിയൊക്കെ കണ്ടു അവിടെ. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറെ പേരൊക്കെ ഉണ്ട്. അവര് പണിക്കാരൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യുമ്പോ ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ. പാവങ്ങള് ഭയങ്കര വെയിലും ചൂടും അതിന്റെ കൂടി ഈ വണ്ടീന്റെ പണിയെടുക്കുന്നവരെ സമ്മതിക്കണം. ഓയിലും കാര്യങ്ങളൊക്കെ മണവും
പേര് മൊത്തം ഓയിലും ആ ചേട്ടന്റെ കയ്യിലൊക്കെ ഇനി എപ്പോ വൃത്തിയാക്കി എടുക്കുമോ എന്തോ സങ്കടം വന്നെനിക്ക്. എന്നിട്ട് ഞാൻ MOT എടുക്കുന്ന ആദ്യമായിട്ട് കാണുന്നേ. വണ്ടി ഇങ്ങനെ 2 സാധനത്തില് പൊക്കിയൊക്കെ വെച്ച് എന്റെ മോനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ. നീ വർഷം പോയിട്ടില്ല അപ്പൊ ഇതിന് മുന്നേ ഒന്നും? ഞാൻ വർക്ക്ഷോപ്പിൽ എന്തിനാ പോണേ? ശരിയാണ്, നീ വർഷം പോകുന്നേ. എന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ മാത്രല്ല ഞാൻ പോവാറുണ്ട്. ആദ്യമായിട്ടല്ലേ നീ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോണേ? നമ്മുടെ വണ്ടി 4x4 ആട്ടോ. ആണോ? നമുക്ക് അതായത് കുന്നും കയറാലോ, മലയൊക്കെ. നമുക്ക് ഏത് കുന്നും മലയൊക്കെ കയറാം. അഡ്വഞ്ചറസ് ലൈഫ്. അഡ്വഞ്ചറസ് ലൈഫോ? അങ്ങനെയൊക്കെ വേണം. നമ്മുടെ വയനാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് കുറെ കുന്നും മലയൊക്കെ കയറാം അല്ലേ? 900 കണ്ടിയോ? 900 കണ്ടിയൊക്കെ ഇല്ലേ? 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ വയനാട്ടില്. എന്നെ ഞാൻ ഇതുവരെ എവിടെയും പോയിട്ടൊന്നുമില്ല, കേട്ടിട്ട് എല്ലാ സ്ഥലം അറിയാട്ടോ. കൊറേ സ്ഥലങ്ങൾ കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പോവാൻ വേണ്ടിട്ട്. വയനാട്ടില് മറ്റേ കുറുവാദ്വീപൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കുറുവാദ്വീപിൽ പോയിട്ടില്ലാത്ത പെട്ട് നീ മാത്രമേ ഉള്ളൂ. എടാ കുറുവാദ്വീപ് എന്നാലും ദൂരെ കിടക്കുന്ന ആ പഴശ്ശി കുടീരം ഞാൻ കണ്ടിട്ടില്ല, അതാണ് ഏറ്റവും വലുത്. അത് പിന്നെയാണ് കുറുവാദ്വീപ്. നിന്റെ സംഘടന ഞാൻ തീർന്നാ പോരെ? ഇവന്റെ വാക്കും പഴച്ചാക്കും കണക്കാ കൂട്ടുകാരെ. എന്നെ കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, 2ാമത്തെ ദിവസത്തെ സൂര്യോദയം നീ കാണുന്നുണ്ടെങ്കിൽ അത് നെല്ലാർച്ചാലിലെ സൂര്യോദയം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച പുറത്തു പോലെ ഇറക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ആശുപത്രിയിൽ വായിക്കും. നിന്റെ സ്ഥലങ്ങൾ കാണിച്ചാ പോരെ? കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചാ പോരെ? കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചാ പോരെ? അങ്ങനെയാണേലും ഒക്കെ കണ്ടു. അപ്പൊ ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റി. ചെക്കനെ ഒന്ന് പൊക്കി അടിച്ചില്ല, ചെക്കനെ കൊണ്ടുപോയില്ലെങ്കിലോ. പക്ഷെ ഇല്ല കേട്ടോ കൂട്ടുകാരെ, എനിക്ക് എന്തായാലും എനിക്ക് ഭാഗ്യം ഉണ്ടല്ലോടാ. ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, നീ ഈ കൊല്ലങ്ങാനാ വന്നെങ്കിൽ ഡിപെൻഡന്റ് വിസയും ക്യാൻസൽ ആക്കാൻ തുടങ്ങിയില്ലേ? ആയി. അപ്പൊ പിന്നെ എനിക്കെങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിലോ? കുഞ്ഞു ബേബി എങ്ങനെയുണ്ടോ കുഞ്ഞാ? ചക്കരമുത്തിനെ എങ്ങനെ കിട്ടിയാനെ ഞങ്ങക്ക്? ആണ്ടേ അത് ഉറങ്ങിയിടാ. ഞാൻ പറഞ്ഞല്ലേ, കാർ സീറ്റിൽ കയറിയിട്ടുണ്ടായാലും വണ്ടി ഓടിക്കോളുക. നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നും ഞങ്ങൾക്ക് ഇഷ്ടല്ല. ട്രാവലിംഗ് ഇഷ്ടമാണ് അവർക്ക്. അവള് കടന്ന് ഉറങ്ങും. ഈ ഉറക്കത്തിലാണ് എപ്പോഴും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വണ്ടി നിർത്തുമ്പോ അവള് കരയില്ലേ? ഉറക്കത്തിനാണേലും വണ്ടി നിന്ന് കഴിഞ്ഞാൽ പെണ്ണ ചാടി ഇടിച്ച് കരയാൻ തുടങ്ങി. വണ്ടി ഓടിക്കോണ്ടിരിക്കണം. നമ്മളിപ്പോ എവിടെ എത്തിച്ചേ? വെല്ലിമ്പ്രോല. നമ്മളിപ്പോ IMO കാർ വാഷ് മെഷീന്റെ ഉള്ളിൽ കൂടെ കയറിപ്പോന്ന ഇതല്ലേ? ഇതാട്ടോ. അത്രയും ക്യൂ ആണോ അവിടെ വണ്ടി കഴുകാൻ വേണ്ടിട്ട്? കാർ വാഷ് ഓപ്പൺ, പെട്രോൾ സ്റ്റേഷൻ ക്ലോസ്ഡ്. കാർ വാഷിലേക്കുള്ള വഴി ഏതാണോ? ഈ വണ്ടീന്റെ പുറകെ പോ. 2 ചേട്ടന്മാര് പൊന്നു നോക്ക്. ഇതാട്ടോ. ഒരു ചേട്ടൻ കന്നിട്ട് കൈ കാണിക്കുന്നുണ്ടോ? വരട്ടെ വണ്ടി വരട്ടെ. വാഷിന് എത്രയാ? എനിക്കറിയില്ല, ഞാൻ കാണുന്നില്ല. പൈസ കൂട്ടിയോ? 3 കൊണ്ടായിരുന്നല്ലോ. ബോഡി വാഷ്, വീൽ വാഷ്, ഹാൻഡ് വാഷ്, പിന്നെന്താടല്ലേ? 6 കൊണ്ടല്ലേ? ഗ്ലാസ്. അപ്പൊ ഈ ചേട്ടൻ ഫസ്റ്റ് കൈയും കൊണ്ട് ഹാൻഡ് വാഷ് ചെയ്യാട്ടോ. ആദ്യം സ്പ്രേ ചെയ്തു നമ്മുടെ വണ്ടിയില്. ആദ്യം ഒരു പയ്യൻ വന്നിട്ട് നമ്മുടെ വണ്ടി സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്തോ സോപ്പിന്റെ എന്തോ സാധനം കേട്ടോ. മണക്കുന്നുണ്ടല്ലോ. മണക്കുന്നുണ്ട്. നമുക്ക് ഇത് വീട്ടിൽ എത്തിയിട്ട് നമുക്ക് ഇത് തൂക്കണം കേട്ടോ. ഇവിടെ ഇത് വണ്ടിന്റെ ഉള്ളിൽ മണം വരില്ലേ? അതിനുള്ള സാധനം വാനിലേന്റെ മണമുള്ളത് കേട്ടോ.
ഇതാണ് കേട്ടോ ഇവിടുത്തെ 5 പൗണ്ട് കണ്ടോ. ഇവിടുത്തെ 5 പൗണ്ട് വെച്ചാൽ നാട്ടിൽ 500 രൂപ കേട്ടോ. ഇത് കാണിക്കാം അടുത്ത്. ഇതാ 5 പൗണ്ട്. ആ പിന്നെ ഇത് 1 പൗണ്ട്. 1 പൗണ്ട് എന്ന് വെച്ചാൽ നാട്ടിലെ 100 രൂപ. വാഷ് പ്ലസ്. താങ്ക് യു. ആ അതിപ്പോ നമ്മുടെ വീട് കഴുകാട്ടോ. അയ്യോ ഇങ്ങോട്ടേക്ക് അടിക്കുമ്പോ ഇവിടെ വെള്ളം വരുമോ? പറയോ അവരോട്. പുള്ളി വെള്ളം കയറും. എന്റെ മുഖത്തേക്ക് അടിക്കുവോ? നിന്റെ ചേട്ടൻ ഉടാസി കാണിച്ചു തരണം. ചേട്ടൻ കണ്ടോ നമ്മൾ അതിന്റെ ഉള്ളിലേക്കാണ് പോകാൻ പോകുന്നേ. ആ കാർ കണ്ടോ? ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് മെഷീൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഇനി പതക്കുന്ന ഒരു സാധനം കാരണം എന്നിട്ട് നമ്മൾ വണ്ടി ന്യൂട്രൽ ആക്കി ഇടുക. ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇടരുത്. ഈ മിഷൻ തന്നെ നമ്മുടെ വണ്ടി ഉന്തിക്കോട്ടിന്റെ ഉള്ളിൽ കൂടെ കൂട്ടോ. ഇപ്പൊ ന്യൂട്രലാണല്ലേ? ഇപ്പൊ ന്യൂട്രല് നമ്മളൊന്നും ചെയ്യണ്ട. നീ ഇതിന്റെ അടിയിൽ കൂടെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ? തന്നെ പോകൂലേ? നമ്മള് ഈ മറ്റേ എസ്കലേറ്റർ ഒക്കെ ഇല്ല, എസ്കലേറ്ററിനകത്ത് കയറുന്ന എങ്ങനെ പോകില്ല നമ്മള്, അതുപോലെ അവര് ചെയിൻ ആട്ടോ അടിയില്. നമുക്ക് എങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാം. മഴ പെയ്യുന്ന പോലെ ഉണ്ടല്ലേ? അത് ഒരു പ്ലാസ്റ്റിക്കിന്റെ വള്ളി പോലത്തെ അല്ലേ? പ്ലാസ്റ്റിക് അല്ല, തുണി, ഫൈബർ ഇല്ലേ, ഫൈബർ ക്ലോത്ത് ഇല്ലേ, അങ്ങനത്തെ എന്തോ മെറ്റീരിയൽ ആട്ടോ. ഇപ്പൊ അങ്ങനെ വൈപ്പർ ഇട്ട വൈപ്പർ പൊട്ടിപ്പോലെ. നെട്ടോക്കിയാലോ? ചെളി പോണോ? ചെളി 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 പോണു. പേടിയാവുന്നുണ്ടോ? കണ്ടോ? രണ്ട് സൈഡിൽ നിന്നും കൂടെ ഇനി വരുവേ. ഇങ്ങനത്തെ സ്റ്റെപ്പ് ചെടി പോകുന്നു. പുറകിലൊരു സാധനം കൊണ്ട് നമ്മള് പുറത്ത് കഴുകിട്ട് അവര് നമ്മുടെ കാറിൽ നിന്ന് അത് വിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിക്കും അത്. അപ്പൊ ഇനി പുറകിന്ന് ഒരു വണ്ടി വരുന്ന കാരണം അവര് പിന്നെ ഇതാക്കിട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പൊ വാഷ് പ്ലസ് കത്തുന്നുണ്ടോ? നമ്മള് വാഷ് പ്ലസ് ആണ് ചൂസ് ചെയ്തത്. അത് ഇതില് കാണത്തില്ലടാ, മറ്റേ മഴത്തുള്ളി വീഴുന്ന കാരണം. ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പം ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തിയതുണ്ടോ? അതുകൊണ്ടാട്ടോ. വണ്ടിയുടെ അടി ഇപ്പൊ കഴുകുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പൈപ്പുകളാട്ടോ. ഇനി മിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ, ഇവിടെ ചിറ്റിലെ തുള്ളി പോണ കണ്ടോ, ഡ്രൈ ചെയ്യുന്ന ആട്ടോ. ഇത് എന്തോ ചൂടുകാറ്റ് എന്തോ അടിക്കുന്നയാ. മഴത്തുള്ളി പോകുന്ന മഴത്തുള്ളി വെള്ളത്തുള്ളി പോകുന്നത് വെള്ളത്തുള്ളി മഴത്തുള്ളി കണ്ടോ, ഓട്ടോമാറ്റിക് പൊങ്ങും നോക്കാൻ വരുമ്പോ വലിയൊരു ഇരുമ്പിന്റെ സാധനം കേട്ടോ. പക്ഷെ ഇടിക്കില്ല, കറക്റ്റ് സെൻസർ ആട്ടോ, പക്ക സെൻസർ. നമ്മൾ അടുത്ത് കേട്ടോ തട്ടി തട്ടില്ലാന്ന് വരുമ്പോ പൊങ്ങും. അപ്പൊ എങ്ങാ തട്ടിയ തീരുമാനമായി. ഇനി കൈ കൊണ്ട് തുടയ്ക്കുന്ന പോലെ സെറ്റപ്പ് ആട്ടോ ഇത്. മൊത്തം വണ്ടി ഇങ്ങനെ തുടയ്ക്കും കണ്ടോ, തുടയ്ക്കുന്ന കേട്ടോ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. വണ്ടി കഴുകി കഴിഞ്ഞു അല്ലേ? വണ്ടി കഴിഞ്ഞു. അതാണ് മിഷൻ എല്ലാം ചെയ്തോളൂ. വണ്ടി എങ്ങനെയാന്ന് നോക്ക്. ഞാൻ വരുന്നില്ല. നോക്ക്, വെയില് വെയില്. കുഞ്ഞിക്കാപ്പിരി ഉറങ്ങുവാണല്ലോ.
എന്നെ വെയിലാന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം എന്നാ തണുപ്പായിരുന്നു, ഇപ്പോൾ ഭയങ്കര പൊരിഞ്ഞ വെയില്. ഞാൻ വണ്ടി കാണിച്ചു തരാവേ കൂട്ടുകാരെ. ചിരിച്ചിരി നിൽക്കുന്നുണ്ട്. ഇതാ നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ടോ. വിശക്കുന്നുണ്ടോ ആണ് കണ്ടോ. ടയറൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഈ പുറകിലൊക്കെ ക്ലീൻ ആയി നോക്കാം. പുറകൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ ടയറും കഴുകി തന്നവര്. ആ ടയറിന് കട്ടയില്ല, കട്ട കുറവാ. കട്ടാന്ന് പറഞ്ഞ കട്ട ഈ സാധനം, ഈ കട്ട ഇത് തേഞ്ഞ് തീർന്നതാന്ന് തോന്നുന്നില്ലേ. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുവാണെങ്കിൽ ഉരുട്ടി കളിയ. അപ്പൊ നീറ്റായിട്ടുണ്ട്. വലിയ നീറ്റൊന്നും ആയിട്ടില്ല എങ്കിലും. പുതിയ ടയറാണോ? വണ്ടീൻ്റെ ഒക്കെ ടയറെല്ലാം പുതിയ ടയറാ. നമ്മുടെ വണ്ടീൻ്റെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടീൻ്റെ വിന്റർ ടയേഴ്സ് ആട്ടോ. കണ്ടോ, വിന്റർ സ്പോർട്സ് എന്നുണ്ടോ. അതായത് ഇത് എന്താണ്, വിന്റർ സീസണിലില്ലേ, വിന്റർ സീസണിൽ ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്ന ടയറാണ് മെയിനായിട്ട് ആ സമയത്താണ് ഇത് യൂസ് ചെയ്യുക. കാരണം റോഡിൽ തെന്നലും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയും. അപ്പോൾ ഇവിടെ മഞ്ഞായിട്ടുണ്ട്. റോഡിൽ മൊത്തം നമ്മളിങ്ങനെ എന്താ പറയുക, കറക്റ്റ് ചില്ലിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങനെ ഉണ്ട്. അതേപോലെ സ്കിഡായി വണ്ടി തെന്നി മറിഞ്ഞു വീഴും. പിന്നെ നല്ല ഉറക്കാണല്ലോ. എല്ലാം ക്ലീൻ ആയിട്ടോ. എവിടെ ഒരു ചെളിയില്ല. ചെളി ഉണ്ടടാ. അയ്യോ, കുഞ്ഞിച്ചാടൊക്കെ ഉണ്ടല്ലോ കാലയില്. അങ്ങനെ പുല്ലാണ്ട്. എടാ ആര് കേട്ടിട്ടു. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞതാ, വീട്ടിലേക്ക് എത്തി കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ നാട് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തി. കുഞ്ഞു ബേബിക്ക് ഉറക്കം വന്നിട്ട് വഴക്കായിരുന്നേ, ഉറക്കിട്ടോ. കുഞ്ഞു നല്ല വഴക്കിലായിരുന്നു. അപ്പൊ കൂട്ടുകാരെ ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാല് നമ്മുടെ ബേബി ഉണ്ടായിട്ട് 2 മാസമായിട്ട് ഇന്ന് കറക്റ്റ് 2 മാസം. കുഞ്ഞ്. അപ്പൊ എന്തായാലും നമ്മൾ നെമ്മൂറ്റി എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി കഴുകി. നമ്മുടെ കുഞ്ഞു 2 മാസം പ്രായമായി. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.